അസ്സലാമു അലൈക്കും. നിങ്ങൾ അറിഞ്ഞില്ലേ, നൗഷാദ് മൗലവി വീണ്ടും തിരുത്തി. സ്വപ്ന വിഷയത്തിലും നൗഷാദ് മൗലവി ഇതാ തിരുത്തിയിരിക്കുന്നു. ഈ സാധുവിൻ്റെ ഒരു യോഗേ സ്വന്തം പറഞ്ഞതിന് സ്വന്തത്തിൽ തന്നെ മറുപടി പറയാം. ഒരു ദിവസം പറഞ്ഞതിന് പിറ്റേ ദിവസം അവൻ തന്നെ മറുപടി പറയാം. ഈ ഒരു അവസ്ഥയിൽ ഈ സാധു ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഇവനെക്കുറിച്ച് പറയാം? കുരുവട്ടൂരിയൻ നൗഷാദിൻ്റെ ഒരു യോഗം നോക്ക് നിങ്ങൾ. ഷെയ്ത്താൻ വന്നിട്ട് ഏതോ കോലത്തിൽ ഷെയ്ത്താൻ വന്നിട്ട് ഞാൻ റസൂലാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന നൗഷാദ് ഇപ്പോൾ അങ്ങനെ ആരാ പറഞ്ഞത് എന്നതാണ് ചോദ്യം. നിങ്ങളത് കേട്ടു നോക്കി ഇവരെന്തൊക്കെയായിരുന്നു പറഞ്ഞത്. ആദ്യം നമുക്കതൊന്ന് കേൾക്കാം. എന്റെ സാധാരണക്കാരായ കൂട്ടുകാരെ, ഉറക്കത്തിൽ വന്ന് അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഓഫീസിലേക്കും നിങ്ങൾ വിളിക്കണ്ട, ഒരു പണ്ഡിതന്റെയും സർട്ടിഫിക്കറ്റ് വേണ്ട. അന റസൂലുള്ളാഹ് എന്ന് പറയാൻ ഒരു പിശാചിനും കഴിയില്ല. നമ്മളെ തർക്കം ഒരാൾ വന്നിട്ട് പറയാണ്, സ്വപ്നത്തിൽ ഒരാൾ ഇങ്ങനെ വന്നു. അപ്പൊ നൗഷാദ് തന്നെ ആയിക്കോട്ടെ, നൗഷാദ് ഇങ്ങനെ വന്നുകാണ്ട് പറഞ്ഞു അന റസൂലുള്ളാഹ്. കണ്ടപ്പോ തന്നെ നമുക്ക് ഇത് റസൂലാണോ, അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുരുവട്ടൂർ ശൈഖ് ഹക്കാണ് കേട്ടോ ഒന്നും കൂടി പറഞ്ഞു എന്നാ അംഗീകരിക്കണം എന്നാ പോയി പറഞ്ഞത്. ഒരാള് വന്നിട്ട് ഞാൻ റസൂലുള്ളയാണ് എന്നാണ് പറഞ്ഞാല് പിന്നെ തോന്നണമൊന്നുമില്ല. റസൂലുള്ളയാണെന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളയാണെന്ന് അംഗീകരിക്കണോ? അംഗീകരിക്കൽ നിർബന്ധമാണ് എന്നാണ് എന്റെ മറുപടി. അംഗീകരിച്ചേ പറ്റൂ. കാരണം എന്താ? ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂല് തന്നെ പറയാണെന്ത്, ഫഇന്നി ഉറാ ഫീ കുല്ലി സൂറ, എല്ലാ രൂപത്തിലും എന്തെയും ഞാൻ പ്രത്യക്ഷപ്പെടുമെന്ന് ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇനി ആ പറഞ്ഞ നിങ്ങൾ ഈ കാണുന്ന ഒരു വിശേഷണവുമില്ല, ഒരു വിശേഷണവുമില്ല. ഞമ്മക്ക് കണ്ടാൽ അറിയാം ഇന്ന ആളാണ്. ആ ആള് തന്നെയാണ് പറയുന്നത് എന്ത്, ഞാൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് പറഞ്ഞാലും അത് പിശാചാവുകയില്ല. അതാര് തന്നെയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ കേട്ടില്ലേ ഇവൻ പറഞ്ഞത്? അന റസൂലുള്ളാഹ് എന്ന് പറയാൻ ഷെയ്ത്താന് സാധിക്കില്ല എന്ന്. ഇവനോട് എന്തൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അള്ളയാണെന്ന് വരെ പറഞ്ഞിട്ട് ഷെയ്ത്താൻ വന്ന സംഭവം കിതാബുകളിലില്ലേ? ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഒരു കള്ളത്തരീക്കത്തുകാരൻ മൗലവി പറഞ്ഞത്, ഞാൻ ആളെ പേര് പറയുന്നില്ല, അള്ളാഹുവിനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് വാദിച്ചത് നമ്മൾ കേട്ടതാണ്. ഇങ്ങനെ അള്ള തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഷെയ്ത്താൻ പറഞ്ഞത് എത്ര സംഭവങ്ങൾ കിതാബുകളിലുണ്ട്. എന്നിട്ട് ഇവൻ പറഞ്ഞത് എന്തായിരുന്നു? അന റസൂലുള്ളാഹ് എന്ന് പറയാൻ ഷെയ്ത്താന് സാധ്യമേ അല്ല എന്ന് പറഞ്ഞ ആള് ഇനി ഇതാ ഇപ്പൊ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അങ്ങനെ ആരാ പറഞ്ഞത് എന്നതാണ് പുതിയ ചോദ്യം. എന്താ അവനെ കുറിച്ച് പറയാം? ഇവൻ എന്താ പറ്റിയത്? നിങ്ങളൊന്ന് കേട്ടു നോക്ക്. നമ്മളെ വാദമായിട്ട് അയാൾ പുതിയതൊന്നും ഉണ്ടാക്കി. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫുൾ വിശേഷണങ്ങൾ കാണുന്നില്ല, ചിലതുമില്ല, മനസ്സിൽ ബോധ്യപ്പെടുന്നില്ല. വെറുതെ ആരോ ഒരാൾ അള്ളാന്റെ റസൂലാന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയപ്പെട്ടു. എന്നാ തന്നെ റസൂലാന്ന് ഉറപ്പിക്കണം. അതാരാ അവിടെ പറഞ്ഞ്? അതാ നൗഷാദ് ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ? എന്താണ് ഇവനെ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫുൾ വിശേഷണമല്ല, അല്പം പോലും ഇല്ല. ആരോ ഒരാൾ വന്നിട്ട് ഞാൻ റസൂലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണമെന്ന് ആരാ അവിടെ പറഞ്ഞത് എന്നാ ഈ സാധു ചോദിക്കുന്നത്. ഇവൻ തന്നെയല്ലേ ഇതുവരെ പറഞ്ഞത്? ഇവൻ എന്താ പറ്റിയത്? ഇവന്റെ പേരിൽ വെറുതെ പറയാണ് പോലും. ഇവൻ പറയുന്നത് മുകളിൽ നിങ്ങൾ കേട്ടില്ലേ? എന്നിട്ട് ഇപ്പം അതൊക്കെ നിഷേധിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? നമ്മുടെ ഉസ്താദുമാർ, പ്രത്യേകിച്ച് പേരോട് ഉസ്താദിനെ പോലെയുള്ള നമ്മുടെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ നല്ലോണം അങ്ങോട്ട് കൊടുത്തപ്പോൾ ബോധ്യപ്പെട്ടു. എന്നിട്ട് അത് നൈസായിട്ട് വന്നിട്ട് ഇങ്ങനെ തിരുത്തുകയാണേ. സ്വന്തം തന്നെ മറുപടി പറയാ. ഇവൻ എന്താ ഇവനെപ്പറ്റി പറയാ? ഇവൻ എന്താണ് അസുഖം? വിനീതമായി ചോദിക്കുക, ആരും ഒന്നും വിചാരിക്കരുത്. എന്താണ്, വട്ടാണോ? ഉടനെ തന്നെ ചികിത്സയ്ക്ക് വിധേയമാകണം എന്ന് മാത്രമേ പറയാനുള്ളൂ.